ഹലോ മിഗോസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ തന്നെ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എറണാകുളത്ത് പോയപ്പോൾ കുഞ്ഞിനെ ബലൂണൊക്കെ വാങ്ങിച്ചു. ആളത് വീർപ്പിക്കാണ്ട് ആ പമ്പ് വെച്ച് വീർപ്പിക്കാനുള്ള ഗാഢമായ ശ്രമത്തിലാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ അതിനുള്ള ഉഡായിപ്പ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു വേസ്റ്റ് പാത്രം ഞാൻ കമത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കോല് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കളമശ്ശേരിയിൽ നിന്ന് അച്ഛനെ വിളിച്ച് അവിടുത്തെ ഒരു മില്ലിൽ നിന്നാണ് ഭായിമാർ എനിക്ക് ഒപ്പിച്ചു തന്നത്. കഴിഞ്ഞ പ്രാവശ്യം ട്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോല് കൊണ്ടുവന്ന് സഹായിച്ചത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ 4 കമ്പാണ് എടുത്തേക്കണേ. ആ 4ഉം ഒരേ അളവിലുള്ള, അതായത് ഒരേ ഹൈറ്റ് ഉള്ളതാണ്. പിന്നെ അതൊന്ന് അനങ്ങാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനും ഏട്ടനൊക്കെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഏട്ടനും ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഇത്രയും ഹൈറ്റുള്ള ട്രീ ആയിരുന്നില്ല, ഇതിൻ്റെ ഒരു പകുതിയൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ആ പച്ച സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും ഹൈറ്റ് ഉണ്ടെന്ന്. പിന്നെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഞങ്ങളെ 3 പേരെയും കാണാൻ അച്ഛൻ വന്നേക്കാണ്. 3 കൂടി എന്താ പരിപാടി നോക്കാൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ടിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു എവിടെ. അപ്പോൾ അച്ഛന് വീഡിയോയിലൊക്കെ തന്നെ ഭയങ്കര നാണമാണ്. അപ്പോൾ അച്ഛൻ അപ്പം തന്നെ വാതിലടച്ചു. അതെന്തായാലും വന്നതല്ലേ, ഒന്ന് നോക്കിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ ആൾ പിന്നെ അവിടെ തന്നെ നിന്നു. അങ്ങനെ കോലൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഒന്ന് ഫുൾ ന്യൂസ് പേപ്പർ ഇട്ടൊന്ന് പൊതിയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ കൈ ഒരു നേരം അനങ്ങാണ്ടിരിക്കില്ല. ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ പഠിച്ച് എന്താ ഇവിടെ ഒപ്പിക്കണേന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അവൻ ഫുൾ പവർ ഓണാണ്. എന്തെങ്കിലുമൊക്കെ എപ്പോഴും കയ്യിൽ വേണം. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന സാധനമൊക്കെ ആൾക്ക് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ തന്നെ മറന്നു പോകും അവൻ എന്തിനാണ് വാശി പിടിച്ചതെന്ന്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് ക്രിസ്മസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 7 മണിക്കാണ് പരിപാടി തുടങ്ങിയത്. നമ്മൾ എറണാകുളത്ത് പോയി സാധനമൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞില്ലേ, ഫുൾ സാധനം നമ്മൾ എറണാകുളത്താണ് വാങ്ങിച്ചത്, ട്രീൻ്റെ. അപ്പോൾ ഇത് ഇത്തിരി സീനായിരുന്നു കേട്ടോ, ഈ പേപ്പറൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് ഒട്ടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഈ പരുവത്തിലാക്കി ഞാൻ അത് മൊത്തം. ഇനി നമുക്കത് ഈ പച്ച വള്ളി കൊണ്ട് മൊത്തം ചുറ്റി എടുക്കാം. അപ്പോൾ ഇത് വെച്ച് തുടങ്ങിയപ്പോഴേ ഏട്ടൻ പറയണ്ട കേട്ടോ, തികയില്ല. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇന്ന് വാങ്ങിച്ചതല്ല, കഴിഞ്ഞ ദിവസത്തെ ട്രീൻ്റെ സാധനം ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 വള്ളി അതിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ എക്സ്ട്രാ ഇന്ന് വാങ്ങിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പച്ച വള്ളി ചുറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടൻ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞോട്ടെ എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടാണ്. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞോട്ടെ എൻ്റെ എല്ലാ തോന്നിവാസത്തിനും എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കെട്ടിയവനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിച്ചക്കൻ ഓരോന്നൊക്കെ ഒപ്പിച്ച് അതേ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പച്ചവള്ളി നല്ലതായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊരു ട്രീ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല പൈസയാവും. വില കുറഞ്ഞ ട്രീയും ഉണ്ട്. പക്ഷേ ഇത് ഒരു 300-350 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. എറണാകുളത്ത് പോയി സാധനം വാങ്ങിക്കുകയാണ്. അതല്ല നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നല്ല പൈസയാവും. എറണാകുളത്ത് പോയാറിനാണ് എനിക്ക് ഇത്രയും വില കുറവിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ ഐഡിയകളൊക്കെ പരീക്ഷിച്ച് നോക്കുക. ഞാൻ എല്ലാ കാര്യത്തിലും എൻ്റേതായ ഐഡിയകളൊക്കെ പരീക്ഷിക്കാറുണ്ട്. ചിലതൊക്കെ പാളിപ്പോവും, ചിലതൊക്കെ സക്സസ് ആവും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര പെർഫെക്ഷൻ എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ ചെയ്തപ്പോൾ. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോരായ്മകളൊക്കെ ഞാൻ ഈ പ്രാവശ്യം പരിഹരിച്ചു. അപ്പോൾ നമ്മൾ മൊത്തം ചുറ്റിക്കഴിഞ്ഞ് ഈ ഒരു പരുവത്തിൽ കിട്ടി. ഇനി നമുക്ക് അതിനകത്തുള്ള കുറച്ച് ഡെക്കറേഷൻ പണികൾ ചെയ്യാം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചേക്കണേ. അപ്പോൾ കുഞ്ഞിച്ചക്കൻ അവിടെ എന്താണ്ടൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള കുറേ കുഞ്ഞു ബോളുകളും ചെണ്ടയും ചെറിയ ക്രിസ്മസ് പപ്പാനീനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞുട്ടൻ കളിച്ചുകൊണ്ടിരുന്ന സാധനം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ആൾക്ക് നല്ല ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ഇനി എന്താ എടുക്കേണ്ടതെന്നൊരു പിടിയില്ല. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ തപ്പിയപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയത് കത്രികയാണ്. അപ്പോൾ ദേഷ്യം വന്നിട്ട് എൻ്റെ ഉടുപ്പൊക്കെ കീറുമെന്നും പറഞ്ഞ് തല്ലു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധനം വാങ്ങിച്ച ദേഷ്യത്തിലാണ് ആൾ. ഉണ്ണിയുടെ സോപ്പ് ഇടാനുണ്ട്. അപ്പോൾ അച്ഛനോടും ദേഷ്യം, ഇത്ര നേരം അമ്മനോടും മാത്രമായിരുന്നു ദേഷ്യം. പിന്നെ അച്ഛൻ്റെ അടുത്തേക്കും ആയുധങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്നു. ആൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുൾ പവറായിട്ട് കൂടെ നിന്നോളും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളുടെ കൂടെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, എല്ലാ സാധനവും നമുക്ക് ഇന്നത്തെ കാലത്ത് പൈസ കൊടുത്താൽ കിട്ടും. ഇപ്പോൾ ക്രിസ്മസ് ട്രീ ആണെങ്കിലും ഓണത്തിന് പൂക്കളാണെങ്കിലും. പക്ഷേ പൂവൊക്കെ ആണെങ്കിലും അവരെ കൊണ്ട് പറപ്പിച്ച്, ഇതേപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ ആണെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം
അല്ലേ? അപ്പോൾ വീട്ടിലെല്ലാവരും പിള്ളേരുടെയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഓണം വരുമ്പോൾ പൂ പറിച്ച് തന്നെ ഇടാൻ നോക്കുക. അല്ലാണ്ട് എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കാണ്ടിരിക്കുക. അതൊക്കെ വലുതായി കഴിയുമ്പോൾ അവർക്ക് നല്ല നല്ല ഓർമ്മകളായിരിക്കില്ലേ. അപ്പോൾ ദേ നമ്മുടെ ട്രീൻ്റെ ലാസ്റ്റത്തെ മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു 9, 9:15 മിനുക്ക് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങിയപ്പോൾ തൊട്ട് അവസാനം വരെ ഏട്ടനും കുഞ്ഞനും കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ ലാസ്റ്റ് എത്തിയപ്പോൾ നമുക്കത് ചുറ്റിയത് തീർന്നായിരുന്നു പച്ച കളറിൽ. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ തന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളുള്ളത് ഞാൻ ഒപ്പിച്ചു. കാരണം നമ്മുടെ ക്രിസ്മസ് ട്രീ ആണല്ലോ, നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഐഡിയ ആണ്, അല്ലാണ്ട് സാധനം തീർന്നു പോയോണ്ടല്ല കേട്ടോ. അപ്പോൾ ദേ ഏകദേശം മിനുക്ക് പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പെരകാനുണ്ടോ എന്ന് നോക്കാൻ ആൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന് മുമ്പുള്ള വീഡിയോസിലും, നമ്മുടെ ചേട്ടൻ്റെ വീട് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ ആൾ ഇവിടെ നിന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് അവിടെ പോയി റൗണ്ട് അടിച്ചിട്ട് വരും. പക്ഷേ ഫ്രണ്ടിൽ തന്നെ റോഡായതുകൊണ്ട് നമുക്ക് ടെൻഷനാണ്. ഒന്ന് മാറിക്കഴിഞ്ഞാൽ വണ്ടി എങ്ങാനും എല്ലാം ചീറിപ്പാഞ്ഞു തന്നെ. അപ്പോൾ ആൾ സൈക്കിളും കൊണ്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ട് റോഡിലേക്കാണോ പോണത്. അപ്പോൾ അപ്പുറത്തേക്ക് തന്നെയായിരിക്കും. അവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അതേ സ്റ്റാറൊക്കെ വെച്ചു. അപ്പോൾ ട്രീ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പം അവിടെ ഫ്രണ്ടിലൊക്കെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ദേ അവൻ്റെ ചെണ്ട ഞാൻ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചെണ്ട തരുമോ എന്നൊക്കെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു മോൻ്റെ ക്രിസ്മസ് ട്രീ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൻ സ്വന്തമായിട്ട് എടുക്കാൻ പോകും. ഉള്ളിലൊരു ആദ്യം ഉണ്ടായിരുന്നു ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുമെന്ന്. കാരണം തട്ടിക്കൂട്ട് അത് നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ ദേ ട്രീ കൊണ്ട് നമ്മൾ സൈഡിൽ വയ്ക്കുകയാണ്. കാരണം ഫ്രണ്ടിൽ വെച്ചാൽ നമ്മുടെ മണിക്കുട്ടിയും കുട്ടിമണിയും ഫുൾ ഓടി കളിക്കണം. അപ്പോൾ തട്ടി മറിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ദേ ഒതുങ്ങിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പുൽക്കൂടിലേക്ക് പോകാം. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ചായിരുന്നു. വില കൂടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഒരു 2 ആഴ്ച മുമ്പെല്ലാം വാങ്ങിച്ചായിരുന്നു. ഇത് നമ്മുടെ കാക്കനാട് തന്നെയാണ്. അപ്പോൾ പുൽക്കൂട് വയ്ക്കാൻ നേരത്ത് വൈക്കോലിന് കിട്ടിയില്ല. അപ്പോൾ വൈക്കോലിന് പകരം കെട്ടിയോ എന്തേ അവിടെ വാഴയില ഉണങ്ങിയത് ഇരുന്ന് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ഫുൾ ലുക്ക് ഇതാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കി ദേ പുൽക്കൂടും എല്ലാവരെയും വെച്ചു. ഉണ്ണിയച്ഛനെ മാത്രം വെച്ചിട്ടില്ല കേട്ടോ. 12 മണിയാവാനായിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മൾ സ്വന്തം പപ്പാനി വന്നത് കരകളായിട്ട്. അപ്പോൾ നമ്മൾ ദേ പപ്പാനിയുടെ കൂടെ നടിച്ച് പൊളിച്ചു. പിന്നെ ദേ 12 മണിയായപ്പോൾ വെയിറ്റിംഗ് ആട്ടോ ഉണ്ണിയച്ഛന് വെക്കാൻ. അങ്ങനെ 12 മണിയായി. നമ്മുടെ പുൽക്കൂട്ടിൽ ദേ ഉണ്ണിയച്ഛനെ വെച്ചു, ലൈറ്റൊക്കെ ഇട്ടു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പോൾ ദേ ക്രിസ്മസ് ആയി, ഉണ്ണിയേശു വന്നിട്ടുണ്ട്. ഉണ്ണിയേശുവിനെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.